കുടിക്കുന്നോ? വേണ്ട. സിംഗിൾ മാൾട്ട്. അതെ, ഈ മുന്തിയന മദ്യം കുടിക്കുമ്പോൾ അരോമ മദ്യത്തിൻ്റെ ഗന്ധം ആദ്യം ആസ്വദിക്കുക, പിന്നെ മെല്ലെ ഇങ്ങനെ. എന്നാത്തിനാ കാണണമെന്ന് പറഞ്ഞു? ആ വരൂരിക്കൂ, പറയാം. ആ വെക്കവിടെ കാര്യം. ഓക്കെ. ചടങ്ങുകളൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ? അതൊക്കെ കിടന്നു. താൻ കാര്യം പറ. നല്ല ബന്ധമായിട്ടിരിക്കുന്നേ. വർക്ക് ചെയ്യാൻ പൂത്ത കാശുകാരനാ. പക്ഷേ അതെനിക്കറിയാം. കൂടുതൽ അറിയണോ താല്പര്യവും ഇല്ല. താൻ എന്തെങ്കിലും കഥ പറഞ്ഞ് കല്യാണം മുടക്കാനാ ഉദ്ദേശമെങ്കിൽ ആ പരിപ്പോട് വൈകുകയില്ല. ചോ, എന്താ റോയി ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ കണ്ട ഒരു കല്യാണം മുടക്കാണെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളുടെ ദ്രോഹത്തിന് വേണ്ടി വന്നതല്ല. ഈ സ്ത്രീധനം അല്പം കുറഞ്ഞു പോയില്ലെന്നൊരു സംശയമുണ്ട്. താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് ഞങ്ങളുടെ കാര്യമാണ്. ഇയാളെന്നാ ഇൻകം ടാക്സ് ഓഫീസറാണോ? ഞാനതൊന്നുമല്ല. പിന്നെ അതിനാ ശ്രീധരന്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്? അത് കൊള്ളാം. ചെക്കൻ്റെ സ്ത്രീധന കാര്യമല്ല അപ്പച്ചൻ അറിയണോ? എന്നോട് ആരാടിപ്പ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. എന്ത് ചെയ്യരുതായിരുന്നു? ഏഞ്ചലുമായിട്ടുള്ള ബന്ധം നിങ്ങൾ അവസാനിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് എല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്തോളാണ് ഞാൻ. അല്ല, ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ നാറിയ ബന്ധം തുടരുന്നുണ്ടല്ലേ നിങ്ങൾ അവർക്ക് നെക്ലസ് വാങ്ങിച്ചു കൊടുത്തു. നെക്ലസ് വാങ്ങിച്ചു കൊടുത്തു? നിനക്ക് തലക്ക് വട്ടായോ? പിന്നെയും പിന്നെ ഇങ്ങനെ കള്ളം പറയല്ലേ ചായ. അവർക്ക് നെക്ലസ് വാങ്ങിച്ചു കൊടുക്കാനല്ലേ നിങ്ങൾ റോയൽ ജ്വല്ലറിയിൽ പോയത്? ബെസ്റ്റ്. അപ്പൊ എന്നെ വിശ്വാസമില്ലല്ലോ. തൽക്കാലം നീ ചെല്ലേ, നാളെ ഞാൻ നിന്നെ നല്ല ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. സൈക്കാട്രിസ്റ്റ് സ്വന്തം ഭാര്യയും കുഞ്ഞിനെ ഭജിച്ചിട്ട് ഇനിയിപ്പോ എന്നെ ഭ്രാന്തിയും കൂടി ആക്കണം അല്ലേ? ആക്കണം. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം. നിനക്ക് ഒട്ടും ബുദ്ധിയില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു കാര്യം അറിയണം. ഈ ബന്ധം വീണ്ടും തുടങ്ങിയിട്ട് എത്ര നാളായി? അതൊന്ന് നിർത്തി എന്ന് പറഞ്ഞത് കള്ളത്തരായിരുന്നോ? അറിയണമല്ലോ നിനക്ക്. ഏഞ്ചലായിട്ട് എനിക്ക് പണ്ടുള്ള പോലെ ബന്ധം ഇപ്പോഴും ഉണ്ട്. എന്റെ കസ്റ്റഡിയിൽ നീ അറിയാത്ത ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അവർക്കൊക്കെ മാലയും വളയും കാറും എല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും. സമാധാനമോ? മനസ്സിലായോ? വാ, എന്റെ മുന്നിൽ വന്നു പോരുത് നീ. എന്താണോ ഇത്? ആ വിഹിതം കണ്ടക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡിസ്ക്രീറ്റ് ആവണ്ടേ? മിണ്ടാതിരിയാണോ പന്നി? ഇവരെ പിടിച്ച് പുറത്താക്ക്. ഇവരെ പിടിച്ച്. ഇപ്പൊ എന്നാ നിന്റെ പ്രശ്നം? അളിയന്റെ അടുത്ത് നേരത്തെ ചോദിച്ചപ്പോഴെങ്കിലും സത്യം തുറന്നു പറയായിരുന്നു. എന്റെ പൊന്നലക്ഷൻ, നീ ഇങ്ങനെ തുടങ്ങല്ലേ പ്ലീസ്. ഇവരെ പിടിച്ച് പുറത്താക്കല്ലെങ്കിൽ എന്തെങ്കിലും കടങ്കൈ ചെയ്യുവനെ. അത് എന്നെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പുറത്തു വിട്ട് എനിക്കൊന്നും നേടാനുമില്ല. നിങ്ങൾക്കാ നഷ്ടം. അവിടെ ചെന്നിരിക്കും. നിങ്ങൾ വന്നേ കളിയാ. കല്യാണ സമയത്തും ഒരു കല്യാണം മുടക്കിയുള്ള വരും. ഇതൊക്കെ ഉടായിപ്പളാ. മാറി അളിയനോടി ചുമാരി. ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മേൽക്കോട്ടോട് ചോദിക്കും. നീർക്കൊല്ലി കടിച്ചാലും അത്താഴം മുടങ്ങും. അറിയോ, ഇത് നയപരമായിട്ട് ഞാൻ ഡീൽ ചെയ്യാം. മെടുക്കൻ അവന് വരുന്നുണ്ട്. എന്തായിരിക്കണോ?
ലിസി ഇന്ന് നല്ല പോളിംഗ് ആണല്ലോ. സ്വീറ്റ്സ് ഒരു വീക്ക്നെസ് ആണല്ലേ. ഇത് എത്രാമത്തെ തവണയായി കഴിക്കുന്നേ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഇത്തവണ ഞാനും കൂടാം. എനിക്കൊരു ഗുലാബ് ജാം തന്നേ. ഹസ്ബൻഡ് എവിടെ? കാണുന്നില്ലല്ലോ. ഇച്ചായൻ ഇവിടെ എവിടെയോ ഉണ്ട്. ആ സാറാമ്മേ നീങ്ങ വന്നേ. ഞാൻ ഇപ്പൊ വരാവേ. എന്നാടി? നീ ഇവിടെ നടക്കുന്നല്ലോ അറിയോ? ഇങ്ങോട്ട് വാ വേഗം. രാജ, നീ എന്തിനാ ഈ പണി ചെയ്യുന്നേ? നിനക്ക് നിന്റെ അച്ഛന്റെ ലോഡ്ജ് നോക്കാൻ മേലെ? ഏത് ലോഡ്ജ്? ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. പിന്നീട് സമചിത്തത നഷ്ടപ്പെട്ടവനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എവിടെയൊക്കെയോ. ഒടുവിൽ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് പക്ഷാഘാതം പിടിച്ചെടുക്കുന്ന അച്ഛനെയാണ്. ലോഡ്ജൊക്കെ അച്ഛൻ്റെ അനിയൻ കൈക്കലാക്കി. ഇവിടെ ഈ കാറ്ററിംഗ് നടത്തുന്ന ആൾ എൻ്റെ അച്ഛൻ്റെ പഴയ തൊഴിലാളിയാണ്. അയാളുടെ കരുണയിൽ ഞാൻ ജീവിച്ചു പോകുന്നു. ലിസി, ആ അമ്മച്ചി. റോയും ഉമ്മച്ചനൊക്കെ എവിടെ? ഫോട്ടോ എടുക്കാൻ പോയ രോഗനെ കാണാനില്ലല്ലോ. അറിയത്തില്ല. അമ്മച്ചി ആ. ഒന്നിങ്ങ് വന്നേ. എടാ അവരെല്ലാവരും എന്ത് ചെയ്യും? ഒന്നിങ്ങ് വന്നേ. എന്തേ? വാ വാ പറയാം. അലക്സ്, കാര്യം പറ. എന്നാത്ര നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അമ്മച്ചി ഇയാളെ അറിയോ നോക്കി. മേരിക്കുട്ടി, അമ്മച്ചി എന്നാ പറ്റി? അമ്മച്ചി ഇതിൽ പലം തെളിവ് വേണ്ടല്ലോ അല്ലേ? അമ്മച്ചി റോയ്, ആഹാ, നിങ്ങളിവിടെ കള്ളും കുടിച്ചിരുന്നോ? ദേ റോയ്, നമുക്ക് ഇപ്പൊ ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യണം. അസംബന്ധം പറയലോ അമ്മച്ചി. അസംബന്ധം ഒന്നല്ല, ആ പെൺകുട്ടിക്ക് കിറുക്കാണ്. എന്തിനാണ് അങ്ങനെ ഒരുത്തിനെ ആ പാവരോഹന്റെ തലയിൽ കെട്ടിവെക്കണേ? അച്ഛാ നമുക്ക് പിന്നെ സംസാരിക്കാം. ഒന്ന് പുറത്തേക്ക് നിന്ന്. ഇല്ല പറയുന്നത് ഇല്ല, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. അച്ഛാ ഞാൻ പറയുന്നത് കേൾക്ക്. പിന്നെ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന അമ്മച്ചി കിറുക്കാണെന്നുള്ളത് മാത്രമല്ല എന്റെ പ്രശ്നം. പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് വേറെയും ചില സംശയങ്ങളുണ്ട്. അവൾ ഒരു നിംഫോമാനിയക്കാണെന്നാണ് എനിക്ക് തോന്നണത്. എന്റെ അമ്മച്ചി പൊന്നും പണമൊന്നുമല്ല, സ്വഭാവ ഗുണം. അതാണ് ഒരു പെൺകുട്ടിയുടെ സമ്പത്ത്, അല്ലെ? അതില്ലാത്ത ഒരുത്തിക്ക് വേറെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പുറത്ത് കറക്റ്റ്. അതെ. ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. റോയ്, ഉമ്മച്ചൻ തൽക്കാലം പുറത്തേക്ക് പോകും. റോയ്, ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിനക്കെന്താ മനസ്സിലാവാത്തത്? വെറുതെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അച്ഛാ ഇങ്ങോട്ട് പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് അലക്സേ, നിനക്ക് അവളെ പറ്റി അറിയാൻ പാടില്ല ചേട്ടാ. അവൾ എന്താ ചെയ്തെന്ന് അച്ചായ അവരൊക്കെ ന്യൂ ജനറേഷൻ പിള്ളേരില്ല അച്ചായ. എന്നതാടാ കല്യാണ ചെറുക്കന്റെ കുണ്ടിക്ക് കയറി പിടിക്കുന്നതാണോ ന്യൂ ജനറേഷൻ? എടാ പാവ രോഹന്റെ ചുണ്ട് അവള് കടിച്ചു പറിച്ചു. ഒന്ന് നിക്ക്, ഏയ്, ഒന്ന് ഞാൻ പുറത്തേക്ക് പറയുന്നത് നിക്ക്. കേക്ക് നീ. നമുക്ക് പിന്നെ പറയാം, അല്ല, പിന്നെ സംസാരിക്കാം. അങ്ങനെയല്ലടാ. ഇത് ഒന്ന് പുറത്തേക്ക്. ഏയ്, അലക്സ്, ഇവരോട് പുറത്തോട്ട് പോകാൻ പറ. അമ്മച്ചി ഒന്ന് പുറത്തേക്ക് പോകാൻ പറ പ്ലീസ്.